സോ ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സം ക്വസ്റ്റ്യൻസ് കേട്ടോ. നമ്മുടെ ലോസ് ഓഫ് മോഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അധികം വൈകിക്കാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: A batsman hits back a ball straight in the direction of bowler without changing its initial speed 12 meters per second. If the mass of the ball is 0.15 kilogram, determine the impulse imparted to the ball, assuming linear motion of the ball. അപ്പോൾ നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ച സമയത്ത് കേട്ടൊരു വാക്കാണ് ഇമ്പൾസ് എന്ന് പറയുന്നൊരു വാക്ക്. അപ്പോൾ ഇമ്പൾസ് എന്താന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടൈം ഓർ ചേഞ്ച് ഇൻ മൊമെന്റം എന്നറിയാം. അപ്പൊ ഇവിടെ എന്താ സംഭവം, ഒരു ബോള് അല്ലെ, ഒരു ബാറ്റ്സ്മാൻ, ഇതാണ് നമ്മുടെ ബോൾ എങ്കിൽ ഈ ബോള് ഒരു ബാറ്റ്സ്മാൻ എന്ത് ചെയ്യണം, അടിച്ച് തെറിപ്പിക്കുകയാണ് അല്ലെ. ക്രിക്കറ്റ് കളിക്കാറുന്നവരാണ് അറിയാം, ഒരു ബാറ്റ് വെച്ച് അടിച്ച് തെറിപ്പിക്കുക. അപ്പൊ ഈ വരുന്ന ബോളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ സ്പീഡിൽ, എത്ര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്ന ബോൾ നോക്കിയേ, 12 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 12 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരുന്ന ബോളിനെ അതേ സ്പീഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം അങ്ങോട്ട് പോയ 12 എത്രയോ ആ സ്പീഡിൽ തന്നെ എന്ത് ചെയ്തു, ആ ബോളിനെ അയാൾ അടിച്ചു തെറിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ചോദ്യം എന്താണ്, ഇമ്പൾസ് ആണ് ചോദിക്കുക. അപ്പൊ നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഡെൽറ്റ പി എന്ന് കൊടുക്കാം. അപ്പം ഇവിടെ നമുക്ക് ടൈമും ഫോഴ്സും ഒന്നും അറിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ബോളിന്റെ മാസ് അറിയാം, അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും നമുക്കറിയാം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പം ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ആണ്, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി ആണ്, ഇനീഷ്യൽ മൊമെന്റം തന്നെ എം ഇൻറ്റു യു ആണ്. ഓക്കെ, ഇതാണ് ഇത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇവിടെ ഈ മൊമെന്റം കൺസെപ്റ്റിനകത്ത് ഇപ്പം വി ഇങ്ങോട്ട് നിങ്ങൾ പോസിറ്റീവ് ആക്കി എടുത്താൽ യു അങ്ങോട്ട് നിങ്ങൾ എന്താക്കണം, നെഗറ്റീവ് ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതിനകത്ത് വി ഇസ് ഈക്വൽ ടു യു, അതായത് വന്നതും പോയതും ഒക്കെ ഒരു വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു വി, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാം എം ഇൻറ്റു വി പ്ലസ് എം വി, ദാറ്റ് ഇസ് ഈക്വൽ ടു എം വി. അപ്പൊ ഇതാണ് നിങ്ങളുടെ എന്ത്, ഡെൽറ്റ പി വരിക. ഇനി നിങ്ങൾ ഇവിടെ വാല്യൂ കൊടുക്കുക, 2 ഇൻറ്റു മാസ് ഓഫ് ദ ബോൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 0.15 എന്താണ്, കിലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 12 ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കും, 24 ഇൻറ്റു നമുക്ക് എത്ര കിട്ടും, 0.15 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 24 ഇൻറ്റു 0.15 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. കാരണം 24 ഇൻറ്റു അല്ലെ 24 ഇൻറ്റു 0.15 ഞാൻ ഇങ്ങനെ എഴുതി 15/100 എന്ന് എഴുതി. 0.15 എനിക്ക് എന്ത് ചെയ്യാം, 15/100. കാരണം ഈ ഡെസിമൽ വെച്ചിട്ടുള്ള പ്രോസസ്സ് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വീകരിക്കുന്ന ഒരു വഴിയാണ് എന്ത്, ഈ പറഞ്ഞതുപോലെ ആ ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 15/100. അപ്പോൾ 0.15 നമുക്ക് ആൻസർ കിട്ടാൻ പോണത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 ഇൻറ്റു 15 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സൊല്യൂഷൻ ആകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 240 പ്ലസ് 170. അപ്പോൾ നമുക്ക് എത്രയാം, 240 പ്ലസ് 170 എന്ന് പറയുമ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0, 1, 410 അല്ലേ, നമുക്ക് 410 ഓക്കെ 410 ഓക്കെ 410 ഡിവൈഡഡ് ബൈ 100 എന്നുണ്ടാവും. അപ്പം നമുക്ക് ഏകദേശം എത്ര കിട്ടും, 4.1 എന്ന് ആൻസർ കിട്ടും. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ എന്ത് വരാൻ പോണത്, ഇമ്പൾസ് ആയിട്ട് നമുക്ക് വരാൻ പോണം. അപ്പോൾ 24 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 240 പ്ലസ് അല്ലേ 120 ആണ് വരിക. സോറി, ഇറ്റ് ഇസ് 120 ആണ് വരിക കേട്ടോ. അപ്പോൾ 360 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മാറ്റാം. നമുക്കിത് വരാൻ പോണത് 360 ഡിവൈഡഡ് ബൈ 100 ആണ് വരിക. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു 3.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടും. ഓക്കെ, ഇത് ചെറിയൊരു കാൽക്കുലേഷൻ കൂടി പോയി. ഓക്കെ, ദാറ്റ്സ് വി അഡ്ജസ്റ്റഡ് ഓൾസോ. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാരണം ഇത് അങ്ങോട്ട് ആ ഒരു ഡയറക്ഷനും ഈ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത് ഇവിടെ കേട്ടോ.
ഓക്കെ, ഒന്ന് പ്ലസ് ആണ്, മറ്റേത് മൈനസ് എടുത്തിട്ട് ആഡ് ചെയ്തതിന്റെ ലോജിക്ക് ഇതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് -2 MB എന്നും എഴുതാം, +2 MB എന്ന് എഴുതാം. കാരണം നിങ്ങൾ ഏതാണോ പോസിറ്റീവ് ആക്കി എടുക്കുന്നത് അതിനനുസരിച്ച് രണ്ടാമത്തെ ആൾ എന്താക്കണം, നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയി നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലുക്ക് അറ്റ് ഹിയർ. നമ്മുടെ NCERT-യിലുള്ള അതേ ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. 2 billiard balls strike a rigid wall with the same speed at different angles and get reflected without any change in speed. What is the direction of force on the wall due to each ball? The ratio of the magnitude of impulses imparted to the balls by the wall. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓൺ ദി വാൾ ഡ്യൂ ടു ഈച്ച് ബോൾ. ഇവിടെ നമുക്ക് ഇവിടെ ഒന്നാമത്തത് ഈ ബോൾ ഇതാ കണ്ടോ, നമ്മൾ ആ ബോള് എന്ത് ചെയ്തു, ആ വാളിലേക്ക് യു വെലോസിറ്റി വന്ന് ഇടിച്ചു. അതെന്ത് ചെയ്തു, യു വെലോസിറ്റി തന്നെ തിരിച്ചു പോന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇമ്പൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2mu എന്ന് എഴുതാം, I1 ഈ കേസിൽ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ കാണുന്നത് ഇത് 30 ആണെങ്കിൽ ഇതും 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് u cos 30 എന്ന് എഴുതും ഞാൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ബോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മൾ റിസൾട്ടൻ്റ് എങ്കിൽ ഇത് 30 ആണ്, ഇതും എത്രയായിരിക്കും, 30 ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിരിക്കും, അത് നമുക്ക് എന്ത് ചെയ്യാം, u cos 30. അപ്പൊ എത്രയായിരിക്കും, u sin 30. ഞാൻ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഈ u sin 30 എന്ന് പറയുന്നത് എലോങ് ദി വാളിലാണ് ആക്ട് ചെയ്യുക അറ്റ് ദ ടൈം ഓഫ് ഇമ്പാക്ട്. അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ബട്ട് u cos 30 ആണ് റിവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ഇമ്പൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, u cos 30യുടെ എന്താണ്, റിഫ്ലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും mu cos 30 - mu cos 30 2mu cos 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ I2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെന്താ ചോദിച്ചിരിക്കുന്നത്, what the ratio of the magnitude of impulses imparted to the balls by the wall. അങ്ങനെയാണെങ്കിൽ I1/I2 എന്ന് പറഞ്ഞാൽ എത്രയാന്ന് ചോദിച്ചാൽ പറഞ്ഞു I1/I2. I1 എത്രയാണ്, 2mu ആണ്. I2 എത്രയാണ്, 2mu cos 30 ആണ്. അപ്പൊ നമുക്ക് ഇത് അങ്ങ് കട്ട് ചെയ്തേക്കാം. cos 30 എന്ന് പറയുമ്പോൾ എത്രയുണ്ടാവുക നമുക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളെ സംബന്ധിച്ച് cos 30 is equal to √3/2 ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് എടുക്കാം, 2/√3 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, കാരണം cos 30 ഓക്കെ, cos 30 is equal to √3/2 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ 4.3 ആണ്. The motion of a particle of mass m is described by y is equal to ut plus half gt². Find the force acting on the particle. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പൊ ഫോഴ്സ് F is equal to mass into acceleration ആണ്. അപ്പൊ ഇവിടെ ബോഡിയുടെ മാസ് ഇവിടെ തന്നിട്ടുണ്ട് m ആണ്. പക്ഷെ ആക്സലറേഷന് പകരം തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്കറിയാലോ എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാല്, ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് d²y/dt². ഇതാണ് നമ്മുടെ ഇത് ഡിസ്പ്ലേസ്മെന്റ്, സോറി ആക്സലറേഷൻ. അങ്ങനെ പറഞ്ഞാൽ ഈ y എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, y is equal to എന്തെഴുതി, ut പ്ലസ് എന്താണ് ഹാഫ് gt² എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ v is equal to dy/dt. dy/dt that is equal to d/dt of എന്താണ് ut പ്ലസ് എത്രയാണ്, ഹാഫ് gt² ആണ്. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തും നമ്മുടെ എന്താണ് ബേസിക് മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ut ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ u എന്നുണ്ടാകും, ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു t² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, u പ്ലസ് എന്താണ് gt, 2 കളഞ്ഞാൽ gt എന്ന് കിട്ടും, നമ്മളുടെ വെലോസിറ്റി. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഈസ് u പ്ലസ് gt. ഓക്കെ, ഇനി എന്താണ് ആക്സലറേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു dv/dt ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് നമുക്ക് എന്ത് കൊടുക്കാം, u പ്ലസ് gt എന്നിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ
ഡി ബൈ ഡി ടി ഓഫ് യു എത്രയാണ്? 0 ആയിരിക്കും. ഡി ബൈ ഡി ടി ഓഫ് ജി ടി എത്രയായിരിക്കും? ജി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കെന്ത് കിട്ടി? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ജി എന്ന് കിട്ടി. അപ്പൊ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫോഴ്സിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലോ, നമുക്ക് എന്ത് കിട്ടി? ജി എന്ന് കിട്ടി. സോ ദ ഫോഴ്സ് ആക്ടിങ് is equal to mg എന്ന് കിട്ടും. So that's answer to the given question. Now this is the 4.7 example. Determine the maximum acceleration of the train in which a box lying on its floor will remain stationary, given that the coefficient of static friction between the box and the train floor is 0.15. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ട്രെയിനിൽ ഒരു ബോക്സിന് വെച്ചാൽ, ഫ്ലോറിൽ വെച്ചാൽ, ഇതാണ് ഫ്ലോർ എന്ന് കരുതുക. അപ്പൊ ട്രെയിൻ എ ആക്സലറേഷനിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാണുന്ന ട്രെയിനിന്റെ ആക്സലറേഷൻ ആർക്കും ഉണ്ടാവും? ആ ബ്ലോക്കിനും ഉണ്ടാവും. ഉറപ്പല്ലേ? ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റ് എങ്കിൽ ആ കമ്പാർട്ട്മെന്റ് എ ആക്സലറേഷനിൽ പോയാൽ ആ ആക്സൽ ആർക്കും ഉണ്ടാവും? ഈ ബ്ലോക്കിനും ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? അതായത് determine the maximum acceleration of train in which a box lying on its floor will remain stationary given that. അതായത് ഇത് എന്ത് ചെയ്യരുത്? മൂവ് ചെയ്യരുത്. ഇപ്പൊ ട്രെയിന് മുന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ ഈ ബോഡിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ദാറ്റ് മീൻസ് അതേ ആക്സലറേഷനിൽ അയാൾ പിന്നോട്ട് സഞ്ചരിക്കാനാണ് എന്ത് ചെയ്യുക? ഒരു ടെൻഡൻസി കാണിക്കുക. അതിന് നമ്മൾ സ്യൂഡോ ഫോഴ്സ് എന്നാ പറയുക. കാരണം ഒരു ഫോൾസ് ഫോഴ്സ് ആണത്, ഫിക്ഷസ് ഫോഴ്സ് ആണത്. കാരണം അത് നമ്മൾ പരിഗണിക്കുന്നത് ആക്സലറേറ്റഡ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു ബോഡി ആകുമ്പോഴാണ്. അപ്പൊ ട്രെയിൻ ഒരു ആക്സലറേറ്റഡ് ഫ്രെയിം ആണ്, അതിനകത്ത് നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ബോഡി. അപ്പൊ അങ്ങനെ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ബോഡിയുടെ കേസ് പറയുമ്പോഴാണ് നമ്മൾ ഈ സ്യൂഡോ ഫോഴ്സ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ മുന്നോട്ട് പോകുമ്പം ഈ സാധനത്തിന് പിറകോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് കിട്ടുക. അങ്ങനെയെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടുത്തെ ഫ്രിക്ഷൻ അതിനെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അയാൾ പിന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം ആക്സലറേഷൻ ആ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഈ കാണുന്ന ഫോഴ്സ് പരമാവധി എത്രയായിരിക്കും? മ്യൂ ടൈംസ് ഓഫ് എം ജി ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എം എ എന്ന് കൊടുത്താൽ മ്യൂ എസ് എം ജി എന്ന് കൊടുക്കാം. എം അങ്ങ് കട്ട് ചെയ്തേക്ക്, എ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? മ്യൂ എസ് ജി എന്ന് കിട്ടും. മ്യൂവിന്റെ വാല്യൂ എത്രയാണ്? 0.15 ആണ്. ജിയുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന് എന്താണ്? ഡിറ്റർമൈൻ ദ മാക്സിമം ആക്സലറേഷൻ ഓഫ് ദ ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈങ് ഓൺ ഇറ്റ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി. ഇത്രയേ പറ്റത്തുള്ളൂ. 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആൻസർ. ഓക്കെ, നൗ സീ ദ ക്വസ്റ്റ്യൻ. A mass 4 kg rests on a horizontal plane. The plane is gradually inclined until at an angle of theta 15 degree with the horizontal. The mass just begins to slide. What is the coefficient of static friction between the block and the surface? ഈ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആ സർഫസിന് അയാൾക്ക് കിട്ടുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അവിടെ ബോഡി എന്ത് ചെയ്യത്തില്ല? സ്ലൈഡ് ചെയ്യത്തില്ല. വിൽ ഷോ എ ടെൻഡൻസി ടു സ്ലൈഡ്. അപ്പൊ നമുക്കറിയാം ആ വാല്യൂ എത്രയാണ്? എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ടൈംസ് ഓഫ് എൻ ആണ്. മ്യൂ എസ് ടൈംസ് ഓഫ് എൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കി, എൻ എന്ന് പറയുന്നത് ഇതാ കണ്ടോ, എം ജി കോസ് തീറ്റയാണ്. ഓക്കെ, എൻ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിനെങ്ങനെ എഴുതി? മ്യൂ എസ് ഇൻറ്റു എം ജി കോസ് തീറ്റ. ഓക്കെ, അപ്പം ഈ കാണുന്ന ബോഡിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. 4 കിലോഗ്രാം റെസ്റ്റ് ചെയ്യാണ്. ദ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അൺടിൽ അറ്റ് an angle of 15 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി നമുക്ക് 45 ഡിഗ്രി ആക്കാം. ഓക്കെ, ചെയ്യാനുള്ള സൗകര്യത്തിന്. വിത്ത് ദ ഹൊറിസോണ്ടൽ ദ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? അപ്പൊ ഇവിടെ ഇത് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ആ നെറ്റ് ഫോഴ്സ്, വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് മ്യൂ എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് എഫ് നെറ്റ് എന്ന് പറയുമ്പം ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് എന്ന് പറയുമ്പം എം ജി സൈൻ തീറ്റ മൈനസ് എത്രയാണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ടൈംസ് ഓഫ് എൻ ആണ്. ദിസ് ഈക്വൽ ടു
mg sin തീറ്റ മൈനസ് മ്യൂ എം ജി നമുക്ക് എന്ത് കൊടുത്തേക്കാം, കോസ് തീറ്റ എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഇതാണ് ഇവിടെ ആക്ട് ചെയ്ത് നെറ്റ് ഫോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, ഈ നെറ്റ് ഫോഴ്സിനെ നമ്മൾ എം എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇക്വൽ ടു എം ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ എം ജി നമുക്ക് എന്ത് കൊടുക്കാം, കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ എം നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആണ്. എ ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി നമുക്ക് എന്ത് കിട്ടും, കോസ് തീറ്റ എന്ന് കിട്ടും നമ്മുടെ ആക്സലറേഷൻ. അപ്പൊ നോക്കിയേ, നമ്മുടെ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദി സർഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ബ്ലോക്കിന്റെയും സർഫസിന്റെ ഇടയ്ക്കുള്ള പരമാവധി ഫ്രിക്ഷണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും മ്യൂ എസ് ടൈംസ് ഓഫ് എം ജി ആയിരിക്കും. അപ്പൊ മ്യൂ എസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കാം, എഫ് എസ് ബൈ എം ജി എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഐസൊലേറ്റ് മ്യൂ ഫ്രം ദിസ് ഇക്വേഷൻ, യു വിൽ ഗെറ്റ് ദ ആൻസർ. കാരണം ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ജി സൈൻ തീറ്റ മ്യൂ ജി കോസ് തീറ്റ, മ്യൂ ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ജി സൈൻ തീറ്റ മൈനസ് എന്ത് കൊടുക്കാം, എ എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ജി സൈൻ തീറ്റ മൈനസ് എ ഡിവൈഡഡ് ബൈ എന്താണ്, ജി കോസ് തീറ്റ എന്ന് കൊടുത്തേക്കാം നമുക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ വാല്യൂ കണ്ടെത്താൻ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടും, പരമാവധി ഫ്രിക്ഷന്റെ വാല്യൂ സർഫസിന് കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ ആംഗിൾ 45 ഡിഗ്രി ആക്കി, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 15 ഡിഗ്രി. കാരണം ആ 15 ഡിഗ്രി റേഷ്യോ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ നമുക്ക് 45 ഡിഗ്രി ആക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ. Now example 4.9. What is the acceleration of the block and trolley system shown in the figure? If the coefficient of kinetic friction between the trolley and the surface is 0.04, what is the tension in the string? Neglect the mass of the string. അപ്പം ഇവിടെ സ്ട്രിങ്ങിന്റെ മാസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അപ്പൊ ഈ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ പരമാവധി അത് നേരിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ ടെൻഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബോഡി എങ്കിൽ അതിന്റെ എന്താണ്, ഈ കേസ് നമുക്ക് ടെൻഷൻ ഇസ് ഈക്വൽ ടു ആ ബോഡിയുടെ മാസ് ഇൻറ്റു അതിന്റെ ആക്സലറേഷൻ ആണ്. ദാറ്റ് ഈസ് ദ ടെൻഷൻ. വളരെ ഈസി ആയിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാം ഈ ബോഡിയിൽ ആക്ട് ചെയ്തിരിക്കുന്ന നെറ്റ് ഫോഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കും ടെൻഷൻ വിളിച്ചത്. കാരണം ഇവിടെ എന്തുണ്ട്, ഒരു ഫ്രിക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണുന്ന കണ്ടീഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും, ടി മൈനസ് എഫ് കെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എം എ എന്ന് കൊടുക്കാം. അങ്ങനെയാണ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എം എ പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം, എഫ് കെ എന്ന് കൊടുക്കാം. കാരണം ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഫിഗറിനകത്ത് ആ ബോഡിക്ക് എം എ ആക്സലറേഷൻ അല്ലെങ്കിൽ എം എ ഫോഴ്സ് ആയിട്ട് മാറും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബോഡി അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ആ ഫ്രിക്ഷൻ ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ടി മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു 3 എം എ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടെത്തണമെങ്കിൽ വാട്ട് ഈസ് ആക്സലറേഷൻ ചോദിച്ചാൽ അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ കേസിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എത്രയാണ്, എഫ് നെറ്റ് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് നിങ്ങൾ പഠിച്ചത്. എഫ് നെറ്റ് എത്രയാണ് മക്കളെ, 30 ന്യൂട്ടൺ ആണ്. 30 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ മാസ് എത്രയാണ്, 20 പ്ലസ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ബൈ നമുക്ക് എത്ര കിട്ടി, 23 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആക്സലറേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന മാസ് അല്ലെ, അപ്പൊ 20 ഇൻറ്റു 30 ബൈ 23 പ്ലസ് മ്യൂ കെ എം ജി. ഓക്കെ, മ്യൂ കെ എം ജി. അപ്പൊ നമുക്ക് ഇവിടെ എത്ര 600 ഡിവൈഡഡ് ബൈ 23 പ്ലസ് മ്യൂ കെന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.04 ഇൻറ്റു എമ്മിന്റെ വാല്യൂ 20 ആണ്, ഇത് എത്രയാണ് 10 ആണ്. അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം, 600 ബൈ 23. ഓക്കെ, 23 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 ആണ്. നമുക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് ഈക്വൽ ടു 600 ബൈ 23
പ്ലസ് നമുക്ക് എന്ത് കൊടുത്തേക്കാം 8 എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്ര ഉണ്ടാവുക? നമുക്ക് 600 പ്ലസ് 8 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കൊടുക്കാം? 23 എന്ന് കൊടുത്തേക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 600 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാണ് 184 അല്ലെ? അപ്പൊ നമുക്ക് 184 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാണ് 23 എന്ന് കൊടുത്തേക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 784 ഡിവൈഡഡ് ബൈ 23 എന്ന് കിട്ടി. ന്യൂട്ടൺ ആണ് ഇതിന്റെ ആൻസർ. കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് ഈ കാണുന്ന കണ്ടീഷനിൽ കിട്ടുന്ന ടെൻഷന്റെ വാല്യൂ. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എം എന്ന് എഴുതിയ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഫ്രിക്ഷൻ ഉള്ള കാരണത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഏത് ഫ്രിക്ഷനാണ് കൺസിഡർ ചെയ്തത്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് നമ്മൾ. അത് മിനിമം ആണ് കേട്ടോ. മിനിമം എന്താണ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ്. അത് മാക്സിമം മ്യൂ എസ് ആണ് വരേണ്ടത്. അവിടെ മ്യൂ എസ് അല്ല, സർഫസിലെ എന്താണ് കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് മിനിമം എന്താണ് കൺസെപ്റ്റിലാണ് നമ്മളത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, നൗ look at the question. In this question 4.10, a cyclist speeding at 18 km/h on a level road takes a sharp circular turn of radius 3 meter without reducing the speed. The coefficient of static friction between the tire and the road is 0.1. Will the cyclist slip while taking the turn? അപ്പം നമ്മളിപ്പം വെറുതെ റഫായിട്ട് ആ ഒരു സംഭവം ഒന്ന് വരച്ചു നോക്കുക. നമ്മൾ വരച്ചു നോക്കുന്ന സമയത്ത് ഈ റോഡിന്റെ റേഡിയസ് ആയിട്ട് നമ്മൾ പറയുന്ന വാല്യൂ എത്രയാണ്? ആ റോഡിന്റെ റേഡിയസ് ആയിട്ട് നമ്മളോട് പറയുന്നത് ഏകദേശം എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ബിറ്റ്വീൻ ടയർ ഫ്രിക്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. റേഡിയസ് 3 മീറ്റർ ആണ്. ഓക്കെ, ആ റോഡിന്റെ റേഡിയസ് 3 മീറ്റർ ആണ്. റോട്ടിൽ നിന്ന് കിട്ടുന്ന മ്യൂവിന്റെ വാല്യൂ എത്രയാണ്? മ്യൂ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി 0.1. ഓക്കെ, അപ്പം സൈക്ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് നല്ല വേഗതയിൽ സൈക്കിൾ ഓടിച്ചു വരുവാണ്. ഓക്കെ, ഓടിച്ചു വരുവാണ്. അപ്പൊ അയാൾക്ക് ആ വേഗത കുറയ്ക്കാണ്ട് എത്ര സ്പീഡിലാണ് വരുന്നത്? 18 km/h സ്പീഡിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പം v is equal to 18 into 5/18 meter/second ആണ്. സോ ദ സ്പീഡ് ഈസ് 5 meter/second ആണ്. അപ്പൊ ഈ സ്പീഡ് കുറയ്ക്കാണ്ട് അയാൾക്ക് സ്മൂത്ത് ആയിട്ട് ഇവിടെ തിരിയാൻ പറ്റുമെന്ന് ചോദിച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോർസ് എന്താണ്? സേഫ് ടേണിംഗ് v √ ഓഫ് എന്താണ്? മ്യൂ ആർ ജി എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൊടുക്കാം. മ്യൂയുടെ വാല്യൂ എത്രയാണ്? 0.1. ആറിന്റെ വാല്യൂ എത്രയാണ്? 3. ജിയുടെ വാല്യൂ എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ ദിസ് ഈക്വൽ ടു √3 എന്നാണ് നമുക്ക് കിട്ടാൻ പോണത്. v √3 meter/second എന്ന് പറയുമ്പോൾ 1.73 meter/second. അതായത് ഇയാൾക്ക് ഈ സ്ഥലത്ത് കൂടെ പോകാൻ പറ്റുന്ന പരമാവധി സ്പീഡ് 1.73 ആണ്. പക്ഷെ ഇയാള് പോകുന്ന എത്രയിലാണ്? 5-ലാണ്. പറ്റുമോ? പറ്റത്തില്ല. അയാൾ എന്ത് ചെയ്യും? ഹി കനോട്ട് ടേൺ ത്രൂ ദിസ് വൺ. ഡെഫിനറ്റ്ലി ഹി വിൽ സ്ലിപ്പ് എന്ന് മനസ്സിലാക്കുക. അയാൾ വഴുതിയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒപ്റ്റിമം സ്പീഡിനേക്കാളും കൂടുതലാണ് അയാൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പീഡ്. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഓക്കെ, so the next question, some sort of ideological questions ആണ്. ഇതാണ് നമ്മളത്. Give the magnitude and direction of the net force acting on a drop of rain falling down with a constant speed. Constant speed എന്ന് പറയുമ്പം v minus u by t എന്ന് പറയുന്നത് എത്രയാണ്? ആക്സലറേഷൻ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. a 0 ആണെങ്കിൽ f എത്രയാണ്? 0 ആണ്. അപ്പോ ഈ ഒരു ഡ്രോപ്പ് റെയിൻ വാട്ടർ ഫോൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താ മേലെ ആക്ട് ചെയ്തിരിക്കുന്നത്? എന്താ കണ്ടുപിടിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ. രണ്ടാമത്, എ കോർക്ക് ഓഫ് മാസ് 10 gram ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. നമ്മൾ ഈ വാട്ടറിൽ എന്ത് ചെയ്യാണ്? അതാണ് നമ്മുടെ വാട്ടർ, നമ്മുടെ കോർക്ക്. ഇത് നമ്മൾ ഫ്ലോട്ട് ചെയ്യാണ്. ഈ കോർക്ക് ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം mg എന്ന് പറയുന്ന കോർക്കിന്റെ വെയിറ്റ് താഴോട്ടും ഈ വാട്ടറിൽ നിന്ന് കിട്ടുന്ന അപ്ത്രസ്റ്റ് മേലോട്ടുമാണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണല്ലോ അത് ഫ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സും എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, ഫൈൻ. അടുത്തത്, എ കൈറ്റ് സ്കിൽഫുള്ളി ഹെൽഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ. നമ്മൾ എയറിൽ നമ്മളൊരു പട്ടം പറത്തിയിട്ട് പട്ടം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നെറ്റ് ഫോഴ്സ് 0 തന്നെയാണ്. അപ്പൊ ഇവിടത്തെയും എത്രയാണ്? 0 ആണ്.
ഇനി കാർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി 30 km/h ഓൺ എ റഫ് റോഡ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് ആക്സലറേഷൻ 0 ആയിരിക്കും, അങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, അതും 0. ഇനി ഹൈ സ്പീഡ് ഇലക്ട്രോൺ ഇൻ എ സ്പേസ് ഫാർ ഫ്രം ഓൾ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആൻഡ് ഫ്രീ ഫ്രം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പം ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഇയാൾ എല്ലാ ഫീൽഡിൽ നിന്നും എന്താണ് ഫ്രീ ആണ്, ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്ത് നെറ്റ് ഫോഴ്സ് 3 ആയിരിക്കും, അത് 0 ആയിരിക്കും. അപ്പൊ അവിടെയും നെറ്റ് ഫോഴ്സ് 3 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് മനസ്സിലാക്കണം, നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത ബോഡി എത്രയായിരിക്കും, 0 ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നോക്കാം നമുക്ക്. A pebble of mass 0.05 kg is thrown vertically upwards. Give the direction and magnitude of the net force on the pebble during its upward motion. അപ്പോൾ നമ്മളൊരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കല്ലിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മോഷന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമുക്കറിയാം ഈ കല്ല് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് പോസസ് എൻ ആക്സലറേഷൻ ഇൻ ദാറ്റ് ഡയറക്ഷൻ. പക്ഷെ ആ കല്ലിന്റെ വെയിറ്റ് എങ്ങോട്ടിരിക്കും, താഴോട്ടിരിക്കും. അപ്പൊ മേലോട്ടുള്ള ആ ഒരു വെലോസിറ്റി കാരണം അതിനൊരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ആ ആക്സലറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഗതി ശരി തന്നെയാണ്, പക്ഷെ അപ്പോഴയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേലോട്ട് തന്നെയാണ്. അപ്പം നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ് അപ്പോൾ കൂടുതൽ ഉണ്ടാവുക, മേലോട്ടാണ്. കാരണം എവിടേക്കാണോ ഫോഴ്സ് കൂടുതൽ അങ്ങോട്ടാണ് അയാൾ മൂവ് ചെയ്യുക. അപ്പൊ താഴോട്ട് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നില്ല, അയാൾ മേലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും, ഡ്യൂറിങ് അപ്വേർഡ് മോഷനിൽ അത് അപ്പ് തന്നെയായിരിക്കും. ഓക്കെ. 2, ഡ്യൂറിങ് ഡൗൺവേർഡ് മോഷൻ. എന്തായിരിക്കും, ഡ്യൂറിങ് ഡൗൺവേർഡ് മോഷനിൽ എത്രയായിരിക്കും, അത് ഡൗൺ ആയിരിക്കും, യാതൊരു സംശയമില്ല. താഴോട്ടാണെങ്കിൽ താഴോട്ട് തന്നെ. ഇനി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വേർ ദ മൊമെന്ററിലി ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഡു യു ആൻസർ. അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ, ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എറിഞ്ഞിട്ട് ഇവിടെ നിന്ന് അയാൾ എന്ത് ചെയ്യും, മേലോട്ട് പോയ സാധനം തിരിച്ചു വരാൻ പോവാം. അപ്പൊ തിരിച്ചു വരാൻ പോകുമ്പോൾ അവിടെ എത്ര ആയിട്ടുണ്ടാവും, ആക്സലറേഷൻ 0 ആയിട്ടുണ്ടാവും. പക്ഷെ എ സമയം എത്രയായിരിക്കും, G ആയിരിക്കും. അപ്പൊ അത് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിൽ അത് എങ്ങോട്ട് ഇരിക്കും, ഡൗൺ ആയിരിക്കും. കാരണം A = G ആണ്. വെലോസിറ്റി 0 പക്ഷെ ആക്സലറേഷൻ എന്തായിട്ടില്ല, 0 ആയിട്ടില്ല മൊമെന്ററിലി കേട്ടോ. ഇനിയിപ്പോ എന്താ ഉള്ളത്, അപ്പൊ ഇവിടെ നമുക്ക് ഓക്കെ. അടുത്തത്, do your answer change if the pebble was thrown at an angle of 45 degree with the horizontal direction. അതായത് ഈ കാണുന്ന സാധനം നിങ്ങൾ ഇങ്ങനെ എറിഞ്ഞാലും ഹയസ്റ്റ് പോയിന്റിൽ ഇതിൽ മാറ്റം ഉണ്ടാവുമോ, ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഹയസ്റ്റ് പോയിന്റിൽ എന്ത് 0 ആയിരിക്കും, വി എന്താണ് അപ്വേർഡ് 0 ആയിരിക്കും. പക്ഷെ എ സമയത്തായിരിക്കും 0 ആയിരുന്നാൽ എങ്ങനെ എറിഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഫോഴ്സ് എന്തായിരിക്കും, ഡൗൺവേർഡ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ NCERT ബുക്കിൽ നിന്നും തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ബുക്കിൽ തന്നെയുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യനിലുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലോസ് ഓഫ് മോഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടു ചെക്ക് യുവർ നോളജ് യു കെൻ ജസ്റ്റ് പിക്ക് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.